ഹായ്, വെൽക്കം ടു ജിൻജൂസ് അക്കാഡമി. വീടുകളിൽ വെച്ച് തന്നെ ചെയ്യാവുന്ന കുറേ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അവ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? അതിനായി ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CBSEയിലെ 10th ക്ലാസ് സെക്കൻഡ് ചാപ്റ്ററാണ്. ഈ ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് പാർട്ടിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ദർ ഈസ് എ കോമൺ തിങ് ഇൻ ഓൾ ആസിഡ്സ് ആൻഡ് ഇൻ ഓൾ ബേസസ്. അവ കണ്ടെത്തുവാനായി നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാം. എക്സ്പെരിമെൻറ്റ് ചെയ്യാനായി ഒരു ബീക്കറിൽ ഡയല്യൂട്ടഡ് ആസിഡ് എടുക്കുക. ആസിഡ് സൊല്യൂഷനിൽ ഒരു റബ്ബർ കോർക്ക് ഡിപ്പ് ചെയ്യുക. ഈ കോർക്കിൽ 2 അയൺ നെയിൽസ് കുത്തി നിർത്തുക. അതിനുശേഷം ഒരു ബാറ്ററി എടുത്ത് അതിൻ്റെ നെഗറ്റീവ് എൻഡ് ഒരു അയൺ നെയിലിലേക്കും പോസിറ്റീവ് എൻഡ് ഒരു ബൾബിലേക്കും കണക്ട് ചെയ്യുക. ബൾബിൽ നിന്നും സ്വിച്ചിലേക്കും അതിൽ നിന്ന് രണ്ടാമത്തെ അയൺ നെയിലിലേക്കും കണക്ഷൻ കൊടുക്കുക. ഇപ്പോൾ ബാറ്ററിയുടെ പോസിറ്റീവ് എൻഡ് മാത്രമാണ് ബൾബിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. നെഗറ്റീവ് എൻഡിലൂടെ എത്തുന്ന ഇലക്ട്രിക് ചാർജസ് അയൺ നെയിലിലൂടെ ആസിഡ് സൊല്യൂഷനിൽ എത്തുന്നു. ആസിഡിലെ കാറ്റയോൺസ് ആയ H+ അയോൺസ് ഇലക്ട്രിക് ചാർജസിനെ ക്യാരി ചെയ്ത് സെക്കൻഡ് അയൺ നെയിലിലേക്ക് പാസ് ചെയ്യുന്നു. അങ്ങനെ ഈ കണക്ഷനിൽ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ ബൾബ് തെളിയുകയും ചെയ്യുന്നു. ഇലക്ട്രിക് ചാർജസിൻ്റെ ഫ്ലോ എല്ലാ ആസിഡ്സിലും ഉണ്ടാകും. അതിന് കാരണം എല്ലാ ആസിഡ്സിലും H+ അയോൺസ് ഉണ്ട്. നിങ്ങൾക്ക് ഈ എക്സ്പെരിമെൻറ്റ് പലതരം ആസിഡുകൾ കൊണ്ടും ബേസസുകൾ കൊണ്ടും ആൽക്കഹോളിലും നടത്തി നോക്കാം. ആസിഡ്സിൽ മാത്രമേ ഇലക്ട്രിക് ചാർജസിൻ്റെ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ. H+ അയോൺസ് ഈസ് എ കോമൺ തിങ് ഇൻ ആസിഡ്സ്. ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ആസിഡ് വെച്ച് ചെയ്താലും ബേസ് വെച്ച് ചെയ്താലും അവയുടെ ഡൈല്യൂട്ട് സൊല്യൂഷനാണ് യൂസ് ചെയ്യുന്നത്. ആസിഡ് അല്ലെങ്കിൽ ബേസ് കുറച്ച് വാട്ടറുമായി മിക്സ് ചെയ്തെടുത്താൽ അത് ഡൈല്യൂട്ടഡ് സൊല്യൂഷനായി. ഈ പ്രോസസ്സിനാണ് ഡൈല്യൂഷൻ എന്ന് പറയുന്നത്. ആസിഡ് വാട്ടറുമായി മിക്സ് ആകുമ്പോൾ ഉണ്ടാകുന്ന കെമിക്കൽ റിയാക്ഷൻ്റെ ഇക്വേഷനാണിത്. ഇതിൽ HCl ആസിഡിൽ നിന്നും H+ അയോൺ വിട്ടുമാറി വാട്ടറുമായി കമ്പൈൻ ചെയ്യുന്നു. H+ അയോൺസ് തനിയെ നിൽക്കുവാൻ അൺസ്റ്റേബിൾ ആയതിനാലാണ് വാട്ടറുമായി കമ്പൈൻ ചെയ്ത് ഹൈഡ്രോണിയം അയൺ ഫോം ചെയ്യുന്നത്. ഇങ്ങനെയെങ്കിൽ ബേസ് വാട്ടറുമായി മിക്സ് ചെയ്താൽ എന്ത് റിയാക്ഷനാണ് അതിൽ സംഭവിക്കുന്നത്? അതിനായിട്ട് നമുക്ക് 2-3 എക്സാമ്പിൾസ് നോക്കാം. സോഡിയം ഹൈഡ്രോക്സൈഡ് NaOH വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ സോഡിയം അയണായും ഹൈഡ്രോക്സൈഡ് അയണായിട്ടും സെപ്പറേറ്റ് ഫോം ചെയ്യുന്നു. സെയിം ഇൻ പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് K+ ion and OH- ion formed. Third example is മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ മഗ്നീഷ്യം അയണും 2 ഹൈഡ്രോക്സൈഡ് അയണും ഫോം ചെയ്യുന്നു. ഈ എക്സാമ്പിൾസിൽ നിന്നും എന്താണ് മനസ്സിലാക്കാവുന്നത്? ആസിഡ്സ് വാട്ടറുമായി മിക്സ് ചെയ്യുമ്പോൾ H+ അയോൺസ് ജനറേറ്റ് ചെയ്യുന്നു. ബേസ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുമ്പോൾ OH- അയോൺസ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. എന്നാൽ എല്ലാ ബേസസും വാട്ടർ സൊല്യൂബിൾ അല്ല. ബേസസ് വിച്ച് ആർ സൊല്യൂബിൾ ഇൻ വാട്ടർ ആർ കോൾഡ് ആൽക്കലീസ്. ആസിഡ്സ് H+ അയോൺസും ബേസസ് OH- അയോൺസും ജനറേറ്റ് ചെയ്യുമെന്ന് പഠിച്ചു. ആസിഡും ബേസും കൂടിച്ചേരുന്ന റിയാക്ഷനാണ് ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇൻ ദിസ് റിയാക്ഷൻ പ്രൊഡക്ട്സ് ആർ സോൾട്ട് ആൻഡ് വാട്ടർ. ആസിഡ് റെപ്രസെൻറ്റഡ് ആസ് HX പ്ലസ് ബേസ് റെപ്രസെൻറ്റഡ് ആസ് MOH. ഇതിൽ എക്സും എമ്മും കൂടിച്ചേർന്ന് സോൾട്ട് ഫോം ചെയ്യുന്നു. അതുപോലെ ബാക്കിയുള്ള H+ അയോണും OH- അയോണും കൂടിച്ചേർന്ന് വാട്ടർ ഫോം ചെയ്യുന്നു. ആസിഡ് ഓർ ബേസ് വാട്ടറിൽ ഡിസോൾവ് ചെയ്യുമ്പോൾ ഹൈ എമൗണ്ട് ഹീറ്റ് എനർജി ഉണ്ടാകുന്നു. സോ ഇറ്റ് ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. ഡയല്യൂട്ടഡ് സൊല്യൂഷൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ വാട്ടറിലേക്ക് ആസിഡ് അല്ലെങ്കിൽ ബേസ് സ്ലോലി സ്റ്റിർ ചെയ്ത് ആഡ് ചെയ്യുക. ആസിഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യരുത്, കാരണം അതിൽ ഹയർ എമൗണ്ട് ഹീറ്റ് എനർജി ജനറേറ്റ് ചെയ്യും. അത് ബീക്കർ ബ്രേക്കേജിനും എക്സ്പ്ലോഷനും കാരണമാകും. ആസിഡ് ബേസ് ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയും ഡയല്യൂഷനെ പറ്റിയും H+ അയോൺസ് ആൻഡ് OH- അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുവാനും പഠിച്ചു. എന്നാൽ ആസിഡ് അല്ലെങ്കിൽ ബേസ് എത്രമാത്രം സ്ട്രോങ് ആണെന്ന് എങ്ങനെ കണ്ടെത്തും? അതിനാണ് യൂണിവേഴ്സൽ ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മിക്സർ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൽ H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷനിലുള്ള വേരിയേഷൻ ഡിഫറെൻറ്റ് കളേഴ്സിൽ ഇൻഡിക്കേറ്റ് ചെയ്യും. നെക്സ്റ്റ്, pH സ്കെയിൽ. ഒരു സൊല്യൂഷനിലുള്ള H+ അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ കണ്ടെത്തുവാനാണ് pH സ്കെയിൽ ഡെവലപ്പ് ചെയ്തത്.
pH scale has 0 to 14 number. 7 means neutral, below 7 means acidic, and above 7 means alkaline. pH സ്കെയിലിൽ നമ്പറിനോടൊപ്പം കളേഴ്സിലും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. In green, pH is neutral. Water is a neutral solution. 1 to 3 is strong acidic medium and 11 to 14 is strong alkali. 4 to 6 is weakly acidic and 8 to 10 is weakly alkali. ഈ സ്കെയിലിലെ മെഷർമെൻറ്റ്സ് വെച്ച് സൊല്യൂഷൻസിൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കും. pH പേപ്പർ കടകളിൽ ലഭ്യമാണ്. നിങ്ങൾക്ക് വീടുകളിൽ നിന്ന് തന്നെ പലതരം സൊല്യൂഷൻസ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സൊല്യൂഷൻസ് ലൈക്ക് ലെമൺ ജ്യൂസ്, വാട്ടർ, സോപ്പ് സൊല്യൂഷൻ, സലൈവ ബിഫോർ ഫുഡ്, സലൈവ ആഫ്റ്റർ ഫുഡ്, ക്യുക്ക് ലൈം, എക്സെട്ര. നെക്സ്റ്റ്, ഇമ്പോർട്ടൻസ് ഓഫ് pH ഇൻ എവറിഡേ ലൈഫ്. നമ്മുടെ ബോഡിയുടെ നോർമൽ pH റേഞ്ച് 7 to 7.8 ആണ്. ലിവിങ് ഓർഗാനിസംസിൽ വളരെ ചെറിയ pH ചേഞ്ച് മാത്രമേ സർവൈവ് ചെയ്യാൻ സാധിക്കൂ. വെൻ pH ഓഫ് റെയിൻ വാട്ടർ ഈസ് ലെസ് ദാൻ 5.6, then it is called acid rain. Next, pH in soil. പ്ലാന്റ്സിൻ്റെ ഹെൽത്തി ഗ്രോത്തിന് സ്പെസിഫിക് pH റേഞ്ച് സോയിലിൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. pH കണ്ടെത്തുവാനായി കുറച്ച് സോയിൽ കളക്ട് ചെയ്ത് വാട്ടറിൽ മിക്സ് ചെയ്ത് ടെസ്റ്റ് ചെയ്യുക. അടുത്തത് pH ഇൻ ഡൈജസ്റ്റീവ് സിസ്റ്റം. ഫോർ ഈസി ഡൈജഷൻ അവർ സ്റ്റൊമക്ക് പ്രൊഡ്യൂസസ് ഹൈഡ്രോക്ലോറിക് ആസിഡ്. ഫുഡ് കഴിക്കാതിരിക്കുന്ന ടൈമിൽ അല്ലെങ്കിൽ ഡൈജഷൻ പ്രോസസ്സ് നടക്കാതിരിക്കുമ്പോൾ സ്റ്റൊമക്കിൽ എക്സസീവായി ഈ ആസിഡ് ഉണ്ടാകുന്നു. ഇത് സ്റ്റൊമക്ക് പെയിന് കാരണമാകുന്നു. ഈ പെയിൻ കുറയ്ക്കുവാനായി കഴിക്കുന്ന മെഡിസിൻസും അതുപോലെ ഹോം റെമഡീസും എല്ലാം ആൻറ്റാസിഡ്സ് ആണ്. ദാറ്റ് മീൻസ് ബേസസ്. നെക്സ്റ്റ്, pH ചേഞ്ച് ആസ് ദ കോസ് ഓഫ് ടൂത്ത് ഡീക്കേ. നമ്മുടെ വായ്ക്കുള്ളിലെ pH ലെവൽ 5.5 താഴെയായാൽ ടീത്തിലെ ഇനാമൽ കൊറോഡ് ചെയ്തു പോവുകയും അത് കേടാവുകയും ചെയ്യുന്നു. ഷുഗർ കണ്ടൻ്റ് ഉള്ള ഫുഡ് കഴിച്ചതിന് ശേഷം മൗത്ത് വാഷ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഇത് കൂടുതലായി ഉണ്ടാകുന്നത്. അപ്പോൾ ബാക്ടീരിയ ഉണ്ടാവുകയും ബാക്ടീരിയ ആസിഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും തുടങ്ങും. ഈ ആസിഡ്സ് മൂലം pH ലെവൽ 5.5 താഴെയാവുകയും ഇനാമൽ കൊറോഡ് ചെയ്ത് വേഗം കേടുവരികയും ചെയ്യുന്നു. നെക്സ്റ്റ്, സെൽഫ് ഡിഫെൻസ് ബൈ ആനിമൽസ് ആൻഡ് പ്ലാന്റ്സ് ത്രൂ കെമിക്കൽ വാർഫെയർ. ബീസ്, ഹണി ബീ ഇവയെ ഉപദ്രവിച്ചാൽ സെൽഫ് ഡിഫെൻസിനായി ഇവ തിരിച്ചാക്രമിക്കുന്നു. പലപ്പോഴും നിങ്ങൾ വാർത്തകൾ കേട്ടിട്ടുണ്ടാവാം, കടന്നലാക്രമണം ഉണ്ടായെന്നും മറ്റും. അവയുടെ കൊമ്പ് നമ്മുടെ ശരീരത്തിൽ കയറുമ്പോൾ അവയുടെ ശരീരത്തിലുള്ള മെത്തനോയിക് ആസിഡ് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്നു. ഈ ആസിഡ് നമ്മുടെ ശരീരത്തിൽ പൊള്ളലേൽപ്പിക്കുകയും പെയിനും ഇറിറ്റേഷനും ഉണ്ടാവുകയും ചെയ്യുന്നു. നമ്മുടെ ചുറ്റുപാടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളിൽ ആസിഡിൻ്റെ പ്രസൻസ് ഉള്ളവയുണ്ട്. ഓറഞ്ച്, ലെമൺ ഇവയിൽ സിട്രിക് ആസിഡാണുള്ളത്. ടൊമാറ്റോയിൽ ഓക്സാലിക് ആസിഡ്, ടാമറിൻഡിൽ ടാർട്ടറിക് ആസിഡ്. ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആസിഡ്സിനെ പറ്റിയും ബേസസിനെ പറ്റിയുമാണ്. ആസിഡും ബേസും കൂടി ചേർന്ന് സോൾട്ട് ഉണ്ടാകുന്നതിനെ പറ്റിയും പഠിച്ചു. ഇനി എന്താണ് സോൾട്ട്സ് എന്ന് നോക്കാം. ഫാമിലി ഓഫ് സോൾട്ട്സ്. സോൾട്ട്സിൻ്റെ ഫോർമേഷൻ നമ്മൾ നേരത്തെ കണ്ടു. കുറച്ച് സോൾട്ട്സിൻ്റെ നെയിംസ് നോക്കാം. അത് വെച്ച് ഫാമിലി ഐഡൻറ്റിഫൈ ചെയ്യാം. പൊട്ടാസ്യം സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സോഡിയം സൾഫേറ്റ്, സോഡിയം ക്ലോറൈഡ്, sodium nitrate. Potassium chloride and sodium chloride belongs to chloride family. Sodium sulfate and sodium chloride belongs to sodium family. സോൾട്ട്സിൽ സെയിം പോസിറ്റീവ് അല്ലെങ്കിൽ സെയിം നെഗറ്റീവ് റാഡിക്കൽസ് ഉള്ളവയാണ് ഒരു ഫാമിലിയായി കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ്, pH ഓഫ് സോൾട്ട്സ്. ആസിഡ് പ്ലസ് ബേസ് ആണ് സോൾട്ട്. Strong acid plus strong base gives neutral salt. Its pH value is 7. When strong acid combines with weak base gives acidic salt. Its pH value is less than 7. അങ്ങനെയെങ്കിൽ വീക്ക് ആസിഡും സ്ട്രോങ് ബേസും റിയാക്ട് ചെയ്താലോ ഒരു ബേസിക് സോൾട്ടാണ് ഫോം ചെയ്യുക. ഇറ്റ്സ് pH വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 7. നെക്സ്റ്റ്, കെമിക്കൽസ് ഫ്രം കോമൺ സോൾട്ട്. കോമൺ സോൾട്ട് എന്താണ്? സോഡിയം ക്ലോറൈഡ്. വെൻ HCl കമ്പൈൻസ് വിത്ത് NaOH
gives sodium chloride and water. കോമൺ സോൾട്ടാണ് ഫുഡിൽ ഉപയോഗിക്കുന്നത്. ഇറ്റ്സ് pH വാല്യൂ ഈസ് 7, സോ ഇറ്റ് ഈസ് ന്യൂട്രൽ. സോഡിയം ക്ലോറൈഡ് സോൾട്ട് ലാർജ് എമൗണ്ടിൽ ക്രിസ്റ്റൽസായി ലോകത്ത് പലയിടത്തും കണ്ടെത്താം. ഇമ്പ്യൂരിറ്റീസ് ഉള്ളതിനാൽ അത് ബ്രൗൺ കളറിലായിരിക്കും കണ്ടെത്തുക. ഇറ്റ് ഈസ് നോൺ ആസ് റോക്ക് സോൾട്ട്. ഇമ്പ്യൂരിറ്റീസിൽ നിന്നും സെപ്പറേറ്റ് ചെയ്തെടുക്കുന്ന സോഡിയം ക്ലോറൈഡാണ് വൈറ്റ് കളറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. കോമൺ സോൾട്ട് ഈസ് എ റോ മെറ്റീരിയൽ ഫോർ സം കെമിക്കൽസ്. They are sodium hydroxide, baking soda, washing soda, bleaching powder. എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡിൽ നിന്ന് ഇവ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അക്വസ് സൊല്യൂഷനായ സോഡിയം ക്ലോറൈഡിലേക്ക് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ സോഡിയം ക്ലോറൈഡ് ഡികമ്പോസ് ചെയ്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ദിസ് പ്രോസസ് ഈസ് നോൺ ആസ് ക്ലോറോ ആൽക്കലി പ്രോസസ്. ഈ പ്രോസസ്സിൽ തന്നെ ഒന്നിലേറെ പ്രൊഡക്ട്സ് ഫോം ചെയ്യുന്നു. ഇതിലുണ്ടായ H2 ഗ്യാസും Cl2 ഗ്യാസും കൂടിച്ചേർന്ന് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഉണ്ടാകുന്നു. അതുപോലെ ക്ലോറിൻ ഗ്യാസും സോഡിയം ഹൈഡ്രോക്സൈഡും കൂടിച്ചേർന്ന് ബ്ലീച്ച് ഉണ്ടാകുന്നു. ഡ്യൂറിംഗ് ദ ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ്, ക്ലോറിൻ ഗ്യാസ് ഈസ് ഫോംഡ്. ബ്ലീച്ചിങ് പൗഡർ ഉണ്ടാക്കുവാൻ ക്ലോറിൻ ഗ്യാസാണ് ഉപയോഗിക്കുന്നത്. ബ്ലീച്ചിങ് പൗഡർ ഈസ് റെപ്രസെൻറ്റഡ് ആസ് CaOCl2. ഡ്രൈ സ്ലേക്കഡ് ലൈം CaOH2മായി ക്ലോറിൻ റിയാക്ട് ചെയ്യുമ്പോൾ ബ്ലീച്ചിങ് പൗഡർ ഫോം ചെയ്യുന്നു. ബ്ലീച്ചിങ് പൗഡർ കാൽഷ്യം ഹൈഡ്രോക്സൈഡും ക്ലോറിനും കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതാണ്. ബ്ലീച്ച് സോഡിയം ഹൈഡ്രോക്സൈഡും ക്ലോറിനും കൂടിച്ചേർന്ന് ഉണ്ടാകുന്നതുമാണ്. ഇനി ബ്ലീച്ചിങ് പൗഡറിൻ്റെ യൂസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രികളിലും പേപ്പർ ഫാക്ടറികളിലും ബ്ലീച്ചിനായി ഉപയോഗിക്കുന്നു. അതുപോലെ ഡ്രസ് വാഷ് ചെയ്യുമ്പോഴും ബ്ലീച്ച് പൗഡർ യൂസ് ചെയ്യുന്നു. കെമിക്കൽ ഇൻഡസ്ട്രികളിലും ഓക്സിഡൈസിങ് ഏജൻറ്റായി ഉപയോഗിക്കുന്നു. ഡ്രിങ്കിങ് വാട്ടർ പ്യൂരിഫൈ ചെയ്യാനായിട്ട് ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കുന്നു. നെക്സ്റ്റ്, ബേക്കിംഗ് സോഡ. വെൻ സോഡിയം ക്ലോറൈഡ് കമ്പൈൻസ് വിത്ത് അമോണിയ, വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഗീവ്സ് sodium chloride and sodium hydrogen carbonate, that is baking soda. Baking soda is commonly used for faster cooking. ബേക്കിംഗ് സോഡ ഹീറ്റ് ചെയ്താൽ സോഡിയം കാർബണേറ്റും വാട്ടറും കാർബൺ ഡയോക്സൈഡും ആയി ഡീകമ്പോസ് ചെയ്യും. നെക്സ്റ്റ്, യൂസസ് ഓഫ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. ആൻറ്റാസിഡ്സിലെ ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അതുപോലെ സോഡ ആസിഡ് ഫയർ എക്സ്റ്റിങ്ക്വിഷറായിട്ടും ഇത് ഉപയോഗിക്കുന്നു. ബേക്കിംഗ് പൗഡർ ഉണ്ടാക്കുവാനും ഇത് യൂസ് ചെയ്യുന്നു. അടുത്തത് വാഷിംഗ് സോഡ. സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ഹീറ്റ് ചെയ്തപ്പോൾ കിട്ടിയ സോഡിയം കാർബണേറ്റ് റീക്രിസ്റ്റലൈസേഷൻ ചെയ്യുമ്പോൾ വാഷിംഗ് സോഡ ഉണ്ടാകുന്നു. ഇറ്റ് ഈസ് ഓൾസോ എ ബേസിക് സോൾട്ട്. അടുത്തത് യൂസസ് ഓഫ് വാഷിംഗ് സോഡ. ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ഗ്ലാസ്, സോപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രീസ്. ബോറാക്സ് പോലത്തെ സോഡിയം കോമ്പൗണ്ട്സ് ഉണ്ടാക്കുവാനും ഉപയോഗിക്കുന്നു. ക്ലീനിങ് ഏജൻറ്റായി യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ റിമൂവിംഗ് പെർമനൻറ്റ് ഹാർഡ്നെസ് ഓഫ് വാട്ടർ. ക്രിസ്റ്റലൈസേഷൻ ഓഫ് സോൾട്ട് മീൻസ് എ ഫിക്സഡ് നമ്പർ ഓഫ് വാട്ടർ മോളിക്യൂൾസ് പ്രസൻറ്റ് ഇൻ എ 1 യൂണിറ്റ് ഓഫ് സോൾട്ട്. ഫോർ എക്സാമ്പിൾ, കോപ്പർ സൾഫേറ്റ് ക്രിസ്റ്റലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫോർമുല CuSO4 5H2O. 5 വാട്ടർ മോളിക്യൂൾസ് ആണ് ഇതിലുള്ളത്. ഈ ക്രിസ്റ്റൽസ് ഹീറ്റ് ചെയ്താൽ വാട്ടർ ഇവാപ്പറേറ്റ് ചെയ്ത് CuSO4 സോൾട്ട് പൗഡർ ഫോമിൽ കിട്ടുന്നു. നെക്സ്റ്റ് എക്സാമ്പിൾ, ജിപ്സം. ജിപ്സം ഹൈഡ്രേറ്റ് ചെയ്യുമ്പോൾ CaSO4.2H2O ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നു. അടുത്തതായി പ്ലാസ്റ്റർ ഓഫ് പാരീസ്. ഫ്രാക്ചർ ഉണ്ടാകുമ്പോൾ പ്ലാസ്റ്റർ ഇടുന്നു എന്ന് കേട്ടിട്ടില്ലേ? ജിപ്സം ചൂടാക്കുമ്പോൾ വാട്ടർ മോളിക്യൂൾസ് ലോസ് ചെയ്ത് കാൽഷ്യം സൾഫേറ്റ് ഹെമിഹൈഡ്രേറ്റ് ഉണ്ടാകുന്നു. ദാറ്റ് ഈസ് കോൾഡ് പ്ലാസ്റ്റർ ഓഫ് പാരീസ്. പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഒരു വൈറ്റ് പൗഡറാണ്. അത് വാട്ടറുമായി മിക്സ് ചെയ്ത് ജിപ്സമായി ഒന്നുകൂടി മാറുന്നു. ഇങ്ങനെ ചെയ്യുമ്പോൾ ഹാർഡ് സോളിഡ് മാസായി അത് കിട്ടുന്നു. ദ അതർ യൂസ് ഓഫ് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ഈസ് ഫോർ മേക്കിംഗ് ടോയ്സ്, മെറ്റീരിയൽസ് ഫോർ ഡെക്കറേഷൻ ആൻഡ് ഫോർ മേക്കിംഗ് സർഫസസ് സ്മൂത്ത്. ഇന്നത്തെ നമ്മുടെ ചെറിയ എക്സ്പെരിമെൻറ്റ്സ് നിങ്ങൾ വീടുകളിൽ ചെയ്തു നോക്കുമെന്ന് വിശ്വസിക്കുന്നു. എക്സ്പീരിയൻസ് ബേസ്ഡ് എഡ്യൂക്കേഷൻ ഈസ് മോർ എഫക്റ്റീവ്. ഈ ഒരു എക്സ്പീരിയൻസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കുവാൻ അവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യൂ.
ഇനിയും ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ നിങ്ങൾക്കായി അപ്ലോഡ് ചെയ്യുന്നതാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ എനേബിൾ ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. താങ്ക് യു.